അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. ഇന്ന് നാം നമ്മുടെ 19ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ്. കഴിഞ്ഞ പാഠത്തിൻ്റെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഇന്ന് നമുക്ക് നടത്താനുള്ളൂ. അതിന് സമാനമായൊരർത്ഥം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇന്ന് നമുക്ക് അവർ ഞങ്ങളെ വിളിക്കട്ടെ എന്ന് നമുക്ക് പറയേണ്ടി വരാറുണ്ടല്ലോ. അവർ ഉച്ചത്തിൽ സംസാരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ഓരോ സന്ദർഭങ്ങളിൽ ആവശ്യമായി വരാറുണ്ട്. അതുപോലെ തന്നെ അവർ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്താണ്? അതുപോലെ തന്നെ അവൾ പാടട്ടെ, അവൾ കരയട്ടെ, അവൾ ജീവിക്കട്ടെ, ഈ രൂപത്തിലൊക്കെ പറയുന്ന വാക്കുകൾ. അപ്രകാരം തന്നെ അവൻ അവന് വേണ്ടി സംസാരിക്കട്ടെ, അവൻ അവന് വേണ്ടി പ്രവർത്തിക്കട്ടെ, അവൻ അവന് വേണ്ടി പഠിക്കട്ടെ എന്നൊക്കെ നമുക്ക് സെൻറ്റൻസുകൾ പറയേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ എങ്ങനെ പറയാമെന്നാണ് ഇന്ന് വളരെ ലളിതമായ ഈ പാഠത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സിനെ ആദ്യാവസാനം ശ്രദ്ധിക്കുകയും അതിനെ പലതവണ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അതിന് നമുക്ക് പറയേണ്ടതായിട്ട് ഉള്ളത് ഫസ്റ്റ് ലെറ്റ് എന്നുള്ളതാണ്. പിന്നെ അവൻ ചെയ്യട്ടെ എന്നാണ് നമുക്ക് വേണ്ടത് എങ്കിൽ അവിടെ നമ്മൾ ഹിം എന്ന് ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഹിം എന്ന് പറഞ്ഞാൽ അവനെ, അവൻക്ക്, അവനോട് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം. പക്ഷേ ഈ ഒരു വാക്യഘടനയിൽ വരുമ്പോൾ, ഈ ഒരു വേർഡ് ഓർഡറിൽ വരുമ്പോൾ അവൻ ചെയ്യട്ടെ എന്നുള്ളൊരർത്ഥം കിട്ടും. മൂന്നാമത് നമ്മൾ വെർബ് കൊടുക്കുക എന്നത്തെയും പോലെ തന്നെ. ലെറ്റ് ഹിം ഗോ, അവൻ പോവട്ടെ. ലെറ്റ് ഹിം സ്പീക്ക്, അവൻ സംസാരിക്കട്ടെ. ലെറ്റ് ഹിം സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ. ലെറ്റ് ഹിം പ്രാക്ടീസ്, ലെറ്റ് ഹിം പ്ലേ ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കട്ടെ എന്നാണ് നമുക്ക് ഈ ഒരു വാക്യഘടനയിൽ അർത്ഥം കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് ഉപയോഗിച്ചു, രണ്ടാമത് ഹിം എന്ന് ഉപയോഗിച്ചു, അതുപോലെ തന്നെ മൂന്നാമത് വെർബ് ഉപയോഗിച്ചു. നമുക്കവിടെ ഹെർ എന്ന് മാറ്റുകയാണെങ്കിൽ അവൾ ചെയ്യട്ടെ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഹെർ എന്ന് പറഞ്ഞാൽ ശരിക്കും അവളെ, അവൾക്ക്, അവളോട് എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റ് കേസിലുള്ള ആ ഒരു വേർഡാണത്. എങ്കിൽ പോലും ഈ ഒരു വേർഡ് ഓർഡറിൽ വരുമ്പോൾ അവൾ ചെയ്യട്ടെ എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അപ്രകാരം തന്നെ ദം എന്നുള്ളത് വീണ്ടും അവരെ, അവർക്ക്, അവരോട് എന്നതിൻ്റെ വേർഡാണത്. പക്ഷേ ഈ വേർഡ് ഓർഡറിൽ വരുന്ന സമയത്ത് അതിനർത്ഥം കിട്ടുന്നത് ഇങ്ങനെയാണ്, അവർ ചെയ്യട്ടെ എന്ന്. ലെറ്റ് ദം ഡു ദെയർ ഹോം വർക്ക്സ്, അവർ അവരുടെ ഹോം വർക്കുകൾ ചെയ്യട്ടെ എന്ന് അർത്ഥം കിട്ടാൻ നമുക്ക് ഇങ്ങനെയാണ് പറയേണ്ടത്. ലെറ്റ് ദം ഡു, അവർ ചെയ്യട്ടെ. ദെയർ ഹോം വർക്ക്സ്, അവരുടെ ഹോം വർക്കുകൾ അവർ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിവിടെ എഴുതിയത് ചിലത് വായിക്കാം. ലെറ്റ് ഹിം സെലക്ട്, അവൻ തിരഞ്ഞെടുക്കട്ടെ. ലെറ്റ് ഹിം ഡു, അവൻ ചെയ്യട്ടെ. ലെറ്റ് ഹിം ഡു ദാറ്റ് വർക്ക്, അവൻ ആ ജോലി ചെയ്യട്ടെ. ലെറ്റ് ഹിം ഡു ദിസ് വർക്ക്, അവൻ ഈ ജോലി ചെയ്യട്ടെ. ലെറ്റ് ഹിം ക്രൈ, അവൻ കരയട്ടെ. ലെറ്റ് ഹിം പ്ലേ, ലെറ്റ് ഹിം ഫ്ലൈ, അവൻ പറക്കട്ടെ. ലെറ്റ് ഹിം ഡു, അവൻ ചെയ്യട്ടെ. ഇതാണ് നമുക്ക് ഇത് പ്രകാരമുള്ള സെൻറ്റൻസിൽ നിന്ന് കിട്ടാൻ പോകുന്ന അർത്ഥം. ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് എഴുതാം. ലെറ്റ് ഹിം ഫിനിഷ്, അവൻ പൂർത്തിയാക്കട്ടെ. ലെറ്റ് ഹിം ഫിനിഷ്, ലെറ്റ് ഹിം ഫിനിഷ് ഹിസ് വർക്ക്, അവൻ അവൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ എന്ന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ലെറ്റ് ഉപയോഗിച്ചു, രണ്ടാമത് ഹിം ഉപയോഗിച്ചു, മൂന്നാമത് ഫിനിഷ് എന്ന വെർബ് ഉപയോഗിച്ചു. അവൻ അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കട്ടെ. ലെറ്റ് ഹിം ഫിനിഷ് ഹിസ് വേർഡ്സ്, അവൻ അവൻ്റെ പ്രസംഗം പൂർത്തിയാക്കട്ടെ. ലെറ്റ് ഹിം ഫിനിഷ് ഹിസ് സ്പീച്ച്, അവൻ അവൻ്റെ പ്രസംഗം പൂർത്തിയാക്കട്ടെ. ലെറ്റ് ഹിം ഫിനിഷ്, അവൻ പൂർത്തിയാക്കട്ടെ. ലെറ്റ് ഹിം കംപ്ലീറ്റ്, അവൻ പൂർത്തിയാക്കട്ടെ എന്നതിനുള്ള മറ്റൊരു വേർഡാണത്. ലെറ്റ് ഹിം ഫിൽ ദിസ്, അവൻ ഇത് ഫില്ല് ചെയ്യട്ടെ. ലെറ്റ് ഹിം ഫിൽ ദിസ് ആപ്ലിക്കേഷൻ, അവൻ ഈ അപേക്ഷ അവൻ പൂർത്തിയാക്കട്ടെ, അവൻ ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ലെറ്റ്, രണ്ടാമത് ഹിം, മൂന്നാമത് വെർബ്. ലെറ്റ് ഹിം കോൾ മീ, അവൻ എന്നെ വിളിക്കട്ടെ. നാലാമത് നമ്മൾ എന്നെ, എനിക്ക്, എന്നോട് എന്നുള്ളതിൻ്റെ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അർത്ഥം കിട്ടും. ലെറ്റ് ഹിം കോൾ മീ, അവൻ എന്നെ വിളിക്കട്ടെ. ലെറ്റ് ഹിം കോൾ ഹിം, ലെറ്റ് ഹിം കോൾ മീ, അവൻ എന്നെ വിളിക്കട്ടെ. ലെറ്റ് ഹിം കോൾ അസ്, അവൻ ഞങ്ങളെ വിളിക്കട്ടെ. ആ ഒരു സെൻറ്റൻസ് നമുക്കിവിടെ എഴുതാം. ലെറ്റ് ഹിം കോൾ അസ്, അവൻ ഞങ്ങളെ വിളിക്കട്ടെ.
ഇനി നമ്മൾ രണ്ടാമത് ഹെർ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ഇതിന് നിങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക. ഫസ്റ്റ് ലെറ്റ്, പിന്നീട് ഹിം, പിന്നീട് ഏത് വർബ് വെച്ചിട്ടും ധാരാളം സെൻറ്റൻസുകൾ ആവശ്യാനുസരണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധാരാളം സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ലെറ്റ് ഹിം മേക്ക്, അവൻ ഉണ്ടാക്കട്ടെ. ലെറ്റ് ഹിം മേക്ക് കേക്ക്, അവൻ കേക്ക് ഉണ്ടാക്കട്ടെ. ലെറ്റ് ഹിം മേക്ക് സ്നാക്സ്, അവൻ സ്നാക്കുകൾ ഉണ്ടാക്കട്ടെ. ഇങ്ങനെ നമുക്ക് ഇതിനെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് തന്നെ അറിയാവുന്ന ധാരാളം വെർബുകളുണ്ട് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ. അതൊക്കെ വെർബുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വെർബുകൾ ഉപയോഗിച്ച ആ ഒരു പൊസിഷനിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാത് പൊസിഷന്, അതാത് വേർഡ് സ്ട്രക്ചറിന് ഉള്ള അർത്ഥം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ലെറ്റ് ഹെർ എന്ന ആ ഒരു വാക്ക് രണ്ടാമത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ലെറ്റ് ഹെർ ഫ്ലൈ, അവൾ പറക്കട്ടെ എന്നൊക്കെ അർത്ഥം നമുക്ക് അതിന് കിട്ടും. ലെറ്റ് ഹെർ ഫ്ലൈ, അവൾ പറപ്പിക്കട്ടെ എന്നുള്ള അർത്ഥവും അതിന് ഫ്ലൈ എന്ന വേർഡിന് നമുക്ക് കിട്ടുന്നതാണ്. ലെറ്റ് ഹെർ സിങ്, അവൾ പാടട്ടെ. ലെറ്റ് ഹെർ സിങ് സ്വീറ്റ്ലി, അവൾ മധുരമായി പാടട്ടെ. ലെറ്റ് ഹെർ സിങ് ബ്യൂട്ടിഫുള്ളി, അവൾ മനോഹരമായി പാടട്ടെ. ലെറ്റ് ഹെർ ഡ്രൈവ് ഹെർ കാർ, അവൾ അവളുടെ കാർ ഡ്രൈവ് ചെയ്യട്ടെ. ലെറ്റ് ഹെർ റൈഡ് ഹെർ ബൈക്ക്, അവൾ അവളുടെ ബൈക്ക് ഓടിക്കട്ടെ. റൈഡ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക എന്നാണ്. ബൈക്ക്, സൈക്കിൾ എന്നിവയൊക്കെ ഓടിക്കുന്നതിന് റൈഡ് എന്നാണ് പറയുന്നത്. കാർ ഓടിക്കുന്നതിന് നമുക്കറിയാം ഡ്രൈവ് എന്നുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ലെറ്റ് ഹെർ റൈഡ്, അവൾ ഓടിക്കട്ടെ. ഹെർ ബൈക്ക്, അവളുടെ ബൈക്ക്. അല്ലെങ്കിൽ ലെറ്റ് ഹെർ റൈഡ് ഹെർ സ്കൂട്ടി, അവൾ അവളുടെ സ്കൂട്ടി ഓടിക്കട്ടെ. അപ്പോൾ ഓടിക്കുക എന്നതിന് സ്കൂട്ടി അല്ലെങ്കിൽ ബൈക്ക്, സൈക്കിളൊക്കെ ഓടിക്കുക എന്നതിന് റൈഡ് എന്ന വെർബാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് ഹെർ ഫിനിഷ് ഹെർ വർക്ക്, അവൾ അവളുടെ ജോലി ഫിനിഷ് ചെയ്യട്ടെ. ലെറ്റ് ഹെർ കംപ്ലീറ്റ് ഹെർ വേർഡ്സ്, അവൾ അവളുടെ വേർഡ്സുകൾ, വാക്കുകൾ പൂർത്തീകരിക്കട്ടെ എന്നൊക്കെ നമുക്കവിടെ പറയാവുന്നതാണ്. ലെറ്റ് ഹെർ സെലിബ്രേറ്റ് ഹെർ ബർത്ത്ഡേ, അവൾ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ. ലെറ്റ് ഹെർ സെലിബ്രേറ്റ്. ലെറ്റ് ഹെർ സ്പീക്ക്, അവൾ സംസാരിക്കട്ടെ. ലെറ്റ് ഹെർ സ്പീക്ക് ലൗഡ്ലി, അവൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ, ഉറക്കെ സംസാരിക്കട്ടെ. ലെറ്റ് ഹെർ റൺ ഫാസ്റ്റ്, ലെറ്റ് ഹെർ റൺ ഫാസ്റ്റ്, അവൾ വേഗത്തിൽ ഓടട്ടെ. ഇതൊക്കെയാണ് അതിന് നമുക്ക് കിട്ടാവുന്ന അർത്ഥം. അടുത്തത് നമ്മൾ ലെറ്റിന് ശേഷം ദം എന്ന് ഉപയോഗിക്കുന്നു. ദം എന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ എന്നുള്ള അർത്ഥമാണ് കിട്ടുക, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ലെറ്റ് ദം ഡു ദെയർ വർക്ക്, അവർ അവരുടെ ജോലി ചെയ്യട്ടെ. ലെറ്റ് ദം ഡു ദെയർ ജോബ്സ്, അവർ അവരുടെ ജോലികൾ ചെയ്യട്ടെ. ലെറ്റ് ദം കോൾ അസ്, അവർ ഞങ്ങളെ വിളിക്കട്ടെ. ലെറ്റ് ദം ഇൻവൈറ്റ് അസ്, അവർ ഞങ്ങളെ ക്ഷണിക്കട്ടെ. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നതിനുള്ള വെർബാണ് ഇൻവൈറ്റ്. അപ്പോൾ ലെറ്റ് ഫസ്റ്റ് ഉപയോഗിച്ചു, ദം എന്നുള്ള രണ്ടാമത് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ഇൻവൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ക്ഷണിക്കട്ടെ എന്നർത്ഥം കിട്ടും. ലെറ്റ് ദം ഇൻവൈറ്റ് മീ, അവർ എന്നെ ക്ഷണിക്കട്ടെ. അപ്പോൾ ഇതാണ് നമുക്കതിൽ പറയാവുന്ന സെൻറ്റൻസുകൾ. ഇനി ധാരാളം സെൻറ്റൻസുകൾ ഇതിൽ ഉദാഹരണങ്ങളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ദം വെച്ച് ഏതാനും ഉദാഹരണങ്ങൾ കൂടി പറയുകയാണെങ്കിൽ, ലെറ്റ് ദം സ്പീക്ക് ഫോർ ദം, അവർ അവർക്ക് വേണ്ടി സംസാരിക്കട്ടെ. ലെറ്റ് ദം ലിവ് ഫോർ ദം, അവർ അവർക്ക് വേണ്ടി ജീവിക്കട്ടെ. ലെറ്റ് ദം റൺ ഫോർ ദം, അവർ അവർക്ക് വേണ്ടി ഓടട്ടെ. ലെറ്റ് ദം പ്ലേ ഫോർ ദം, അവർ അവർക്ക് വേണ്ടി കളിക്കട്ടെ. ഇപ്പോൾ ലെറ്റ് ഫസ്റ്റ് വെച്ചു, ദം എന്നുള്ളത് രണ്ടാമത് വെച്ചു, പിന്നീട് മൂന്നാമത് നമ്മളൊരു വെർബ് വെച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. ലെറ്റ് ദം പ്ലേ, അവർ കളിക്കട്ടെ. ഫോർ ദം, അവർക്ക് വേണ്ടി. ലെറ്റ് ദം സ്റ്റഡി ഫോർ ദം, വളരെ അർത്ഥവത്തായ ഒരു ഉദാഹരണം. ലെറ്റ് ദം സ്റ്റഡി, അവർ പഠിക്കട്ടെ. ലെറ്റ് ദം സ്റ്റഡി ഫോർ ദം, അവർ അവർക്ക് വേണ്ടി പഠിക്കട്ടെ. നമുക്ക് ധാരാളം സാഹചര്യങ്ങളിൽ അത്യാവശ്യമായി വരാറുണ്ടല്ലോ. കുട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അവർ അവർക്ക് വേണ്ടി പഠിക്കട്ടെ. പറയേണ്ടത് എങ്ങനെയാണ്? ലെറ്റ് ദം സ്റ്റഡി ഫോർ ദം, അവർ അവർക്ക് വേണ്ടി പഠിക്കട്ടെ. ലെറ്റ് ദം ടീച്ച്, അവർ പഠിപ്പിക്കട്ടെ. ലെറ്റ് ദം ടീച്ച് ദെയർ സബ്ജക്ട്സ്, അവർ അവരുടെ വിഷയങ്ങൾ പഠിപ്പിക്കട്ടെ. ലെറ്റ് ദം സ്പീക്ക് ദെയർ സബ്ജക്ട്സ്, അവർ അവരുടെ വിഷയങ്ങൾ സംസാരിക്കട്ടെ. ലെറ്റ് ദം കറക്റ്റ് മീ, അവർ എന്നെ തിരുത്തട്ടെ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ തിരുത്തുക, കറക്റ്റ് ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള വെർബാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വെർബുകൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം സെൻറ്റൻസുകൾ നമുക്ക് നിത്യജീവിതത്തിൽ പറയേണ്ട അനിവാര്യ ഘട്ടത്തിൽ നമ്മൾ പറയാൻ വേണ്ടി നമുക്ക് ആവശ്യം വരുന്ന ധാരാളം സെൻറ്റൻസുകളെ ഈ ഒരു ക്രമത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതിന് ആകെ നമ്മൾ ചെയ്യേണ്ടത്
ഫസ്റ്റ് ലെറ്റ് ഉപയോഗിക്കുക, രണ്ടാമത് ഹിം എന്നോ ദം എന്നോ ഹെർ എന്നോ ഉപയോഗിക്കുക, മൂന്നാമത് വെർബ് ഉപയോഗിക്കുക, നാലാമത് ആവശ്യാനുസരണം ആവശ്യമുള്ള ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ മറ്റു അഡ്വർബുകളോ സെൻറ്റൻസുകളോ എന്താണെങ്കിൽ നമുക്ക് ആവശ്യമെങ്കിൽ നാലാമതോ അഞ്ചാമതോ ഒക്കെ ആയി ചേർത്ത് വേർഡുകളെ സെൻറ്റൻസുകളാക്കി ദീർഘിപ്പിക്കുകയും ചെയ്യാം ആവശ്യാനുസരണം. അപ്പോൾ നമുക്ക് അർത്ഥം കിട്ടുന്നത് അവൾ ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. എല്ലാവരും ഇതിനെ പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതോടെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.